അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരിച്ചറിവിൽ നിത്യവും നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് തിരിച്ചറിവാണ്. ആ നിലക്കത് കാണുക. വിശുദ്ധ ഖുർആനിലെ സഫിനെ കുറിച്ച്, അണിചേരുന്നതിനെക്കുറിച്ച് 61-ാമത്തെ സൂറത്തിൽ 2, 3, 4 ഈ ആയത്തുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാവരുടെ ഫോണിലും വിശുദ്ധ ഖുർആൻ തഫ്സീറും അർത്ഥങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ 2-ാമത്തെ ആയത്ത് മുതൽ ആദ്യം അള്ളാഹുവിൻ്റെ മഹത്വം പ്രകടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയാൻ നിൽക്കരുത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ആയത്താണ് ഇവിടെ പ്രധാന വിഷയം. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ നമസ്കാരത്തിലൊക്കെ നിൽക്കുമ്പോൾ ഇമാമ് ഈ അണിചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുഫൂഫക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ അടുത്തടുത്ത് നിൽക്കും. അടുത്ത് നിന്നിട്ട് ചിലപ്പോൾ മറ്റവൻ്റെ കാലുമേൽ വരെ ചവിട്ടിന്ന് വരും. എന്താണ്? ഇബിലീസ് കയറാതിരിക്കാൻ, ഇബിലീസ് ഇടയിൽ നിൽക്കാതിരിക്കാൻ. സത്യത്തിൽ ഇതാണോ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ അണിചേർന്ന് നിൽക്കുക എന്നുള്ളത്, അതായത് യുദ്ധമുന്നണിയിൽ ശത്രുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ്. അതായത് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, ഒരു കോട്ടയിലെ കല്ലുകൾ പോലെ വിടവില്ലാതെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആശയത്തെ നമ്മളിപ്പോൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നത് എങ്ങനെയാണ്? പള്ളിയിൽ 1-ാമത്തെ സഫിൽ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ഒഴിവുണ്ടാവും. എന്നാൽ ചിലപ്പോൾ എല്ലാവരെയും കൂടി ചല്ലട്ടോ പറയുന്നത്, ചിലപ്പോൾ ഞാൻ അവിടെ കയറി നിൽക്കില്ല. കാരണം എന്താ? അവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്, ഞാനേറ്റ് മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്, ഞാൻ അവിടെ നിൽക്കില്ല. പള്ളിയിൽ പോലും പോകില്ല. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ വരുന്ന പള്ളിയിൽ നമ്മൾ പോകില്ല. സത്യത്തിൽ ഈ ഐക്യത്തെക്കുറിച്ച്, വിശ്വാസികൾ തമ്മിലുണ്ടാകുന്ന മാനസിക ഐക്യത്തെക്കുറിച്ച്, കെട്ടുറപ്പിനെക്കുറിച്ച്, ഒരു അണിയണിയായി നിൽക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നിലുണ്ട്. സത്യത്തിൽ നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാൻ അടങ്ങുന്ന ഒരുപാട് ആളുകൾ ഈ സൂറത്ത് സഫിൽ 2-ാമത്തെ ആയത്ത് പറഞ്ഞതിന് വിട്ട് പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. സത്യത്തിൽ നമ്മൾക്ക് മാനസികമായ ഒരു ഐക്യം നമ്മൾ തമ്മിലുണ്ടോ? പാർട്ടിയിലായാലും സംഘടനയിലായാലും ആദർശപരമായും എന്തായാലും നമ്മളിങ്ങനെ മാനസികമായ ഒരു ഐക്യവും നമ്മൾ തമ്മിലില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് പടച്ചവനോട് നമ്മൾ ഓരോന്നിങ്ങനെ പ്രാർത്ഥിക്കും. ഭൗതികവും മരണാനന്തരമുള്ള എല്ലാ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ പ്രസംഗത്തിലും ക്ലാസ്സുകളിലൊക്കെ നമ്മളിതിങ്ങനെ കേൾക്കും. ഇതിൻ്റെ മഹത്വം നമ്മളെ ജീവിതത്തിലുണ്ടാവില്ല. അപ്പോൾ നമസ്കാരത്തിലെ അണിചേരുന്നതിനെക്കുറിച്ച് മാത്രമല്ല അത്. നമ്മൾ ഈ പറഞ്ഞ അണിയിൽ ഇബിലീസിനെ നിർത്താതിരിക്കാൻ നമ്മൾ അങ്ങനെ തിക്കിത്തിരക്കി മറ്റവൻ്റെ കാലുമ ചവിട്ടേണ്ടിയില്ല. നമ്മളെ മനസ്സുകൾ തമ്മിൽ ഇബിലീസ് കടന്നു വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊന്ന് പറയാനാണ് വന്നത്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.